റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പം അറ്റാച്ച്മെൻറ്റും അതിലോടുള്ള അഡിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരിക്കാം? നമ്മൾ സാധാരണ പറയുക അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറയും. അത് പല കാരണം കൊണ്ട് വരാം. ട്രോമ ബോണ്ടിങ് എന്നൊക്കെ ഉണ്ട്. അതായത് എന്തൊക്കെ കാരണം വന്നാലും അയാൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും എനിക്ക് വ്യക്തിയെ വിട്ട് പോരാൻ തോന്നില്ല. മെൻ്റലി ഫിസിക്കലി ഞാൻ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, വെർബലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് പറയും, പക്ഷേ ഇതൊക്കെ സഹിച്ചിട്ടും എനിക്ക് ഈ വ്യക്തിയെ വിട്ടു പോരാൻ തോന്നില്ല. എനിക്ക് എന്തൊക്കെയോ അഡിക്ഷൻ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും, ഞാൻ വീണ്ടും അയാളുടെ കൂടെ പോകും. അയാൾക്ക് വേറെ വളരെ മോശമായ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ എന്തൊക്കെ പണിഷ് ചെയ്താലും എനിക്ക് വിട്ടുപോകാൻ തോന്നില്ല. അതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ വരുന്ന സമയത്ത്, കുറച്ച് മാറിയിരിക്കുന്ന സമയത്ത് അഡിക്റ്റഡായ പേഴ്സൺ പിന്നെ ഇല്ലാതെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അഡിക്റ്റഡായി എന്ന് പറയാണ്. അറ്റാച്ച്ഡ് നമുക്ക് ആരോട് വേണമെങ്കിലും അറ്റാച്ച്ഡ് ആവും. നമുക്ക് ഒരാളെ ഇഷ്ടം തോന്നി, അയാളോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി, അങ്ങനെ അറ്റാച്ച്ഡ് ആവുന്നു. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അറ്റാച്ച്ഡ് ആകും. അപ്പോൾ റിലേഷൻഷിപ്പിൽ അതിപ്പം ലവറാവണമെന്നൊന്നുമില്ല, ഒരു ഫ്രണ്ടായിട്ട് അറ്റാച്ച് ആവാം, ഏത് രീതിയിലും അറ്റാച്ച്മെൻ്റ് ആവും. പാരൻസായിട്ട് അറ്റാച്ച് ആവുന്നുണ്ട്. ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ, ഒരു ഇതാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാവരും അറ്റാച്ച് ചെയ്യപ്പെടും. പക്ഷേ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമുക്ക് മാറാനുള്ള വിവേകം ഉണ്ടാവില്ല. ഇനി വിവേകം ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് മാറാൻ പറ്റില്ല. ഞാൻ ഒട്ടിപ്പോയി ചേർന്ന് പോയി, എനിക്കിനി ഇത് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ തിങ്കിങ് ബ്രെയിൻ വിചാരിച്ചാൽ പോലും എൻ്റെ ഒരു പാർട്ട് ഇതിന് വിട്ടുപോരില്ല. അത് വിട്ടുപോന്നാൽ എനിക്ക് ഭയങ്കര പെയിനായിരിക്കും, ഞാൻ റെസ്റ്റ്ലെസ് ആവും, ഞാൻ ബാക്ക് ടു അവിടേക്ക് തന്നെ വീണ്ടും ഒട്ടിപ്പോവും.